ഹായ് മക്കളെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള വ്യത്യസ്ത കോളേജുകളിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി സാധിക്കും, അതിനുള്ള എലിജിബിലിറ്റി എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ CUT ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CUT ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിൽ വ്യത്യസ്ത കോളേജുകളാണുള്ളത്. ഏകദേശം 90-ലധികം കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോളേജുകൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ. നമ്മൾ പൊതുവെ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ സ്പെസിഫിക്കലി ഏതൊക്കെയാണ് കോളേജസ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് നോക്കുക, ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, BBA ആണ്. BBA സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BBA FIA ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതിൽ തന്നെ നിങ്ങൾ സബ്ജക്ട് കോമ്പിനേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ സെക്ഷൻ 1A നിന്ന് എനി ലാംഗ്വേജ് എന്നുള്ളതാണ് പറയുന്നത്, സെക്ഷൻ 2 നിന്നും മാത്തമാറ്റിക്സ് എന്നുള്ളതാണ് പറയുന്നത്, സെക്ഷൻ 3 GAT ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഏതൊക്കെ ക്യാമ്പസുകളാണുള്ളത് നോക്കാം. ഷഹീദ് സുഖ്ദേവ് കോളേജ് ബിസിനസ് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടഡ് ഇൻ 1987. അവരെ സംബന്ധിച്ചിടത്തോളം NAAC A+ ഗ്രേഡ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. റാങ്ക്ഡ് 9200 കോളേജസ് കാറ്റഗറി ബൈ NIRF 2023 92% പ്ലേസ്മെന്റ് റേറ്റ് ഉണ്ട്. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സക്സസ് പ്ലേസ്മെന്റ് റേറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കോളേജാണ് ഷഹീദ് രാജ്ഗുരു കോളേജ് ഫോർ അപ്ലൈഡ് സയൻസസ് ഫോർ വുമൺ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അപ്ലൈഡ് സയൻസ് ഫോർ വുമൺ ഈസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് 1989. റാങ്ക്ഡ് 38 ആണ് NIRF റാങ്കിങ് 2024 പ്രകാരം. മാർക്കറ്റിംഗ് എമേർജ്ഡ് ആസ് ദി ടോപ്പ് റിക്രൂട്ടിംഗ് ഡൊമൈൻ വിത്ത് 25% ഓഫ് ദി ബാച്ച് പ്ലേസ്ഡ് ഇൻ ഇറ്റ്. 25% ബാച്ചും പ്ലേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് രാജ്ഗുരു കോളേജ് എന്ന് പറയുന്നത്. ഇനി BMS ഈ പറയുന്ന പോലെ ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, അതും ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബാച്ചലർ മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഒരു അണ്ടർ ഗ്രാജുവേഷൻ എന്നുള്ള സ്വഭാവത്തിലുള്ള കോഴ്സാണ്. എനി വൺ ഓഫ് ലിസ്റ്റ് ലാംഗ്വേജ്, മാത്സ്, GAT ആണ് ഇതിൻ്റെയും എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഏതൊക്കെ ക്യാമ്പസുകളാണ് നോക്കാം. ദീൻ ദയാൽ ഉപാധ്യായ കോളേജ് ഉണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം 90 ക്യാമ്പസ് ആണ്. 26 ആണ് NIRF റാങ്കിങ്ങിൽ വരുന്നത് ക്യാമ്പസിന്റെ റേറ്റ്. ഔട്ട് ഓഫ് 148 സ്റ്റുഡൻസ് ഹു എൻറോൾഡ് ഫോർ 2023 പ്ലേസ്മെന്റ്സ് 58 were successfully placed. 148-ൽ 58 ആളുകളും പ്ലേസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ഹിസ്റ്ററി പറയുന്നത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. കേശവ് മഹാവിദ്യാലയ ഉണ്ട്, 1994 58 ആണ് NIRF അക്കൗണ്ടിങ് ആൻഡ് കൊമേഴ്സ് ഫ്രം ഇന്ത്യ ടുഡേ 2024 റാങ്കിങ്ങിൽ. അപ്സേജ് ഓഫ് 9% വാസ് അബ്സർവ്ഡ് നമ്പർ ഓഫ് ഓഫേഴ്സ് ബട്ട് ഇൻ 2023. ഒരു 9% 2023 വരുന്ന സമയത്ത് ഓഫ്, അത് പലരുടെയും ഡാറ്റയും സംഗതികളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ട്. കേശവ് മഹാവിദ്യാലയ ഉണ്ട്. അതുപോലെ തന്നെ രാമാനുജൻ കോളേജിൻ്റെ 1958 വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസാണ്. NIRF റാങ്കിങ്ങിൽ 65 ആണ് ഈ പറയുന്ന പോലെ കോളേജ് കാറ്റഗറിയിൽ വരുന്നത്. 2024 പ്ലേസ്മെന്റ് സെഷൻ സക്സസ്ഫുള്ളി കൺക്ലൂഡഡ്. മോർ ദാൻ 300 job profiles offered by over 250 participating companies. 250 participating companies നിന്നും 300+ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊഫൈൽസ് ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രാമാനുജൻ കോളേജിന്റെ പ്രത്യേകത. ഇനി ഗുരു ഗോബിന്ദ് സിംഗ് കോളേജ് ഓഫ് കൊമേഴ്സ് ഉണ്ട്, 1984 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റാങ്ക്ഡ് 39 ആണ് NIRF റാങ്കിങ്. ഇന്ത്യ ടുഡേ റാങ്കിങ് അനുസരിച്ച് 19 ആണ് ഫോർ BCom സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് റാങ്ക് വരുന്നത്. മീഡിയൻ പാക്കേജ് UG 3 year പ്ലേസ്മെന്റ് ഓഫ് ഒരു 6.25 lakh per annum ഒക്കെ വരുന്ന സ്വഭാവത്തിലുള്ള പ്ലേസ്മെന്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. നല്ല പ്ലേസ്മെന്റ് സെക്ടറാണ് അത് നോക്കുകയാണെങ്കിൽ. ആര്യഭട്ട കോളേജിന്റെ 1973 ക്യാമ്പസ് ആണ്. ഏകദേശം 150-200 റേഞ്ചിലാണ് NIRF റാങ്കിങ്ങിൽ വരുന്നത്. ഇന്ത്യ ടുഡേ റാങ്കിങ്ങിൽ 76 ആണ് വരുന്നത്. നമ്പർ ഓഫ് 2025 നിന്നും ഈ 2020 എത്തുന്ന സമയത്ത് 55% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ പറയുന്നത്. ഒക്കെ ഓരോ വർഷം അനുസരിച്ച് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി കൊമേഴ്സിലേക്ക് വരാം. BCom ഹോണേഴ്സ് എവിടേക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ 1A 2 കോമ്പിനേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ് പഠിച്ചതിന് ശേഷം മറ്റു 2 ഈ പറയുന്ന പോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്ട് ലിസ്റ്റിൽ വന്ന് ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ അക്കൗണ്ടൻസി, ലാംഗ്വേജും അക്കൗണ്ടൻസി +2 ഡൊമൈൻ സബ്ജക്റ്റ് എന്നുള്ള സ്വഭാവത്തിൽ, ലാംഗ്വേജ് മാത്സ് +2 ഡൊമൈൻ സബ്ജക്റ്റ് എന്നുള്ള സ്വഭാവത്തിലാണ് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൽ ഹിന്ദു കോളേജാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ്. ഹിന്ദു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓൺ പാർലമെന്റ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസ് ആണ്. ഫസ്റ്റ് റാങ്ക്ഡ് അണ്ടർ ഓവറോൾ കാറ്റഗറി NIRF 2024 ആൻഡ് സെക്കൻഡ് അണ്ടർ BCom ഇന്ത്യ ടുഡേ. ഹയസ്റ്റ് പാക്കേജ് ഓഫേർഡ് ഇൻ 2023 റോസ് ബൈ ഓവർ 40% when compared to 2022. 40% റേഞ്ച് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കിരോയിമാൾ കോളേജിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 1954 ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 9th അണ്ടർ കോളേജ് കാറ്റഗറി ബൈ NIRF റാങ്ക് 2024.
an upsurge of 50% was observed on number of companies visited as compared to the previous year. 50% കമ്പനികളുടെ വർധനവുണ്ട് വിസിറ്റ് ചെയ്യുന്നതിന് ക്യാമ്പസ് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്നുള്ളതാണ് പറയുന്നത് കിരോരിമാൽ കോളേജ് എന്ന് പറയും. ആത്മാറാം സനാതൻ ധർമ്മ കോളേജ് IRSD എന്ന് പറയുന്നത് 1959 സ്ഥാപിച്ചിട്ടുള്ള ഈ കോളേജാണ്. 5th റാങ്ക് ആണ് കോളേജ് കാറ്റഗറിയിൽ NIRF റാങ്കിങ്ങിൽ വരുന്നത്. 25% ജമ്പ് ഉണ്ട് മീഡിയം സാലറിയിൽ. അത് 2023 2022 ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഡിഫറൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൺ LSRW എന്ന് പറയും. ലേഡി ശ്രീറാം കോളേജ് ഓഫ് വുമൺ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 1956 സ്ഥാപിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്, കോളേജാണ്. NIRF റാങ്കിങ്ങിൽ ഫസ്റ്റ് റാങ്കിൽ വരുന്ന കാറ്റഗറി വരുന്ന ആദ്യത്തെ 10 കാറ്റഗറി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 11.8 lakh per annum, 44.8 lakh per annum ആണ്. ആവറേജ് എന്ന് പറയുന്നത് 11.8 ആണ്, ഹയസ്റ്റ് 44.8 ആണ്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലൊക്കെ ഒരു കുട്ടിക്ക് ഇത്രയും വലിയ പാക്കേജ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ക്യാമ്പസും വലിയ അന്തരീക്ഷവും ആകുമ്പോൾ മാത്രമാണുള്ളത്. ഹാൻസ്രാജ് കോളേജ് ഉണ്ട്, 1948 സ്ഥാപിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, കോളേജാണ്. അതിൽ NIRF റാങ്കിങ്ങിൽ LSRന്റെ ഒക്കെ ആ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് ഹാൻസ്രാജ് കോളേജിൻ്റെത് ഏകദേശം ഈ പറയുന്ന പോലെ തന്നെ ഹയസ്റ്റ് 23 lakhും ആവറേജ് 8.2 lakh per annum ആണ് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി കൊമേഴ്സ് മാത്രം, കൊമേഴ്സ് ഹോണേഴ്സ് അല്ലാതെ കൊമേഴ്സ് പ്രോഗ്രാം BCom പ്രോഗ്രാം ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. എനി 2 subjects ഫ്രം ലിസ്റ്റ് B1 ആൻഡ് എനി +2 പഠിച്ച എനി ഡൊമൈൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള സ്വഭാവത്തിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഓപ്ഷനാണ്. മോത്തിലാൽ നെഹ്റു കോളേജിൻ്റെ 1964 ക്യാമ്പസ് ആണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. 18.7 6.8 ഒക്കെയാണ് ഹയസ്റ്റും ആവറേജും വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു കോളേജ്. ശ്യാംലാൽ കോളേജിൻ്റെ 1964 സ്ഥാപിച്ചിട്ടുള്ള കോളേജാണ്. അവർ 100 to 150 റാങ്കിലാണ് കോളേജൊക്കെ വരുന്നത്. NIRF റാങ്കിങ്ങിൽ 2024 റാങ്കിങ് അനുസരിച്ച് അവർക്കും ഗ്രോത്ത് ഉണ്ടായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രീ വെങ്കടേശ്വര കോളേജ് വരുന്നത് 1961 സ്ഥാപിച്ചിട്ടുള്ള ക്യാമ്പസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം റാങ്ക് 21 ആണ് NIRF റാങ്കിങ്ങിൽ. മീഡിയൻ പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം 6 lakh per annum ഒക്കെയാണ് വരുന്നത്. ശ്രീ ഒറബിന്ദോ കോളേജ് ഉണ്ട്. ഒറബിന്ദോ കോളേജും ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള 1972 സ്ഥാപിച്ചിട്ടുള്ള ഒരു കോളേജാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം കോളേജ് കാറ്റഗറിയിൽ 101 to 150 റേഞ്ചിലൊക്കെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഓഫ് ആൻ ആവറേജ് മീഡിയം സാലറി ഓഫ് 6 lakh per annum എന്നുള്ള സ്വഭാവത്തിലാണ് വരുന്നത്. ഇനി BA എക്കണോമിക്സ് നോക്കാം. BA എക്കണോമിക്സ് ഹോണേഴ്സ് നോക്കുകയാണെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് ആണ്. ഇനി 1 ലാംഗ്വേജ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ GAT മാത്സ്. BA എക്കണോമിക്സ് ഹോണേഴ്സ് നിർബന്ധമാണ്. കാരണം എക്കണോമിക്സ് അതിനെ കുറച്ചുകൂടി മാത്സുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു എക്കണോമെട്രിക്സ് എന്നുള്ള സ്വഭാവത്തിലാണ് അവിടെ പരിഗണിക്കുന്നത്. GAT വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, ലാംഗ്വേജ് വരുന്നുണ്ട്, കാണാൻ വേണ്ടി സാധിക്കും. മഹാരാജ അഗ്രസൻ കോളേജ് ഉണ്ട്. അഗ്രസൻ കോളേജിൽ 1994 ലൊക്കേറ്റഡ് ഡൽഹിയിലാണ്. 86 ആണ് റാങ്ക് കോളേജ് കാറ്റഗറി NIRF റാങ്കിങ്ങിൽ വരുന്നത്. ഹയസ്റ്റ് പാക്കേജ് ഓഫർ ഡ്യൂറിംഗ് 2023 പ്ലേസ്മെന്റ് 30 lakh per annum ആണ് 2023 എന്നുള്ള പാക്കേജ് എന്ന് പറയുന്നത്. ശിവാജി കോളേജ് ആണെങ്കിൽ ഡോക്ടർ പഞ്ചബറാവ് ദേശ്മുഖ് ഫൗണ്ടഡ് ശിവാജി കോളേജിൻ്റെ 1961 കണ്ടിട്ടുള്ളത്. റാങ്ക് 70 ആണ് കാറ്റഗറി ഓഫ് കോളേജ് NIRF 2023. ശിവാജി കോളേജ് ഈ പറഞ്ഞ പോലെ മീഡിയൻ പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 lakh per annum 4.5 lakh per annum ഒക്കെ ഇടയിലാണ് വരുന്നത്. ലക്ഷ്മി ബായ് കോളേജിൻ്റെ 1965 വരുന്ന കോളേജാണ്. 47 റാങ്കിലാണ് വരുന്നത്. ആവറേജ് മീഡിയം പാക്കേജ് 3,60,000 എന്നുള്ള സ്വഭാവത്തിലൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഗാർഗി കോളേജിൻ്റെ പ്രധാനപ്പെട്ട ക്യാമ്പസ് ആണ്. ഗാർഗി കോളേജ് റാങ്കിൽ 31 ആണ് ടോപ്പ് വരുന്നത്. അത് അതിൻ്റെ 23.5 ഒക്കെയാണ് മാക്സിമം. ഹയസ്റ്റ് പാക്കേജ് 5.25 lakh ആണ് മീഡിയം പാക്കേജ് എന്ന് പറയുന്നത്. കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് ഉണ്ട്. 1952 സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം 21.5 lakh per annum, 4.8 lakh per annum ഒക്കെയാണ് മീഡിയം പാക്കേജ്. ടോട്ടൽ ഓഫ് 600 സ്റ്റുഡൻസ് ആർ സക്സസ്ഫുള്ളി പ്ലേസ്ഡ് ഇൻ 2023 പ്ലേസ്മെന്റ് ഡ്രൈവിലാണ്. 40% ജമ്പ് ഇൻ ആവറേജ് സാലറി ഓഫേർഡ് ടു CBS Delhi വാസ് ഒബ്സർവ്ഡ് ബിറ്റ്വീൻ 2023 and 2022 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്യാമ്പസുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ BBA, BCom ഹോണേഴ്സ്, BCom പ്രോഗ്രാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് BA എക്കണോമിക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത കോളേജസ് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ കോളേജുകളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. അതിനാണ് നിങ്ങൾ CUET എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.